Hi my dear students, today the topic of our discussion is rational numbers and this is our first section and I am Roy Thomas. My WhatsApp number is 9447088041. പലതരം നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചത് they are called the natural numbers. And I hope all of you remember the natural numbers. What are the natural numbers? The natural numbers are 1, 2, 3, 4, etc. ഈ നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. And what is another name for natural numbers? The natural numbers are also called the counting numbers. Natural numbers or counting numbers. കാരണം നമ്മൾ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതാണ്. നമ്മുടെ കയ്യിൽ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. നമ്മൾ കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ദ ഫസ്റ്റ് വൺ, ദ സെക്കൻഡ് വൺ, ദ തേർഡ് വൺ, ദ ഫോർത്ത് വൺ, ഇങ്ങനെയല്ലേ നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സാണ്. സോ ദീസ് നമ്പേഴ്സ് ആർ ദ നാച്ചുറൽ നമ്പേഴ്സ് ഓർ കൗണ്ടിങ് നമ്പേഴ്സ്. ഇതിന് ഒരു പേരും കൂടിയുണ്ട്. എന്തായിരുന്നു? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ദ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. These are also known as the positive integers. അപ്പോൾ 1, 2, 3, 4, 5, 6 ഈ നമ്പേഴ്സിന് 3 പേരുണ്ട്. They are called the natural numbers. They are called the counting numbers because we are using these numbers for counting, and they are also called the positive integers. ഇന്ന് നോക്കിയേ, 1 എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓഫ് 1, 2 എന്ന് പറയുന്നത് if it is a profit of 2, 5 എന്ന് പറയുന്നത് if it is a profit of 5. അപ്പോൾ നമുക്ക് ലോസ് ഓഫ് 1, ലോസ് ഓഫ് 2, ലോസ് ഓഫ് 3 ഇതൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് നമ്പേഴ്സ് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. 1 എന്ന് പറഞ്ഞാൽ അത് 1 റുപ്പി പ്രോഫിറ്റാണ്. 5 എന്ന് പറഞ്ഞാൽ 5 റുപ്പി പ്രോഫിറ്റ് ആണെങ്കിൽ അതേപോലെ തന്നെ 1 റുപ്പി ലോസ് വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് ദർ ഇസ് എ നീഡ് ഫോർ ഡിവൈസിങ് the negative integers, the negative of natural numbers. So we have a new set of numbers. -1 we have the numbers -1, -2, -3, -4, -5, etc. We have a new set of numbers. അപ്പം 3 represents the profit of 3 and -3 represents a loss of 3. 5 represents a profit of 5 and -5 represents a profit of a loss of 5. -5 represents a loss of 5. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കരുതാനായിട്ട് പറ്റും. അപ്പോൾ ഈ സെറ്റ് ഓഫ് നമ്പേഴ്സിനെ നമ്മൾ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് വിളിച്ചു. ദീസ് ആർ കോൾഡ് ദ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് അല്ലെങ്കിൽ ദ നെഗറ്റീവ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ദ നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് നാച്ചുറൽ നമ്പർ എന്ന് പ്രയോഗിച്ചേക്കരുത്. നെഗറ്റീവ് നാച്ചുറൽ നമ്പർ ഇല്ല, ബട്ട് നെഗറ്റീവ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഇത് പോസിറ്റീവാണ്. ദ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ നെഗറ്റീവുകൾ, ആൻഡ് ദേ ആർ കോൾഡ് ദ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്. അപ്പം ഞാൻ പറഞ്ഞു, ഇവരെ നമുക്ക് പ്രോഫിറ്റ് എന്ന് കരുതാമെങ്കിൽ അങ്ങനെ കരുതിയിരിക്കണമെന്നും അങ്ങനെ മാത്രമേ കരുതാവുള്ളൂ എന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ നമ്മൾ കരുതുകയാണെങ്കിൽ ഇവർ ലോസാണ്. ഇവർ പ്രോഫിറ്റ് ആണെങ്കിൽ ഇവർ ലോസാണ്. സോ ഇഫ് ദർ ഇസ് എ സിറ്റുവേഷൻ വേർ ദർ ഇസ് നോ പ്രോഫിറ്റ് നോ ലോസ്, നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറയുമ്പോൾ ഇതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇത് പ്രോഫിറ്റിനെ മാത്രം ഉപയോഗിക്കുന്നത്, ഇത് ലോസിനെ മാത്രം ഉപയോഗിക്കുന്നത്. സോ ഇഫ് ദർ ഇസ് എ സിറ്റുവേഷൻ വെർ ദർ ഇസ് നോ പ്രോഫിറ്റ് നോ ലോസ് ആൻഡ് സച്ച് എ സിറ്റുവേഷൻ ഇസ് കോൾഡ് എ ബ്രേക്ക് ഈവൻ സിറ്റുവേഷൻ. സോ ഇഫ് ദർ ഇസ് ബ്രേക്ക് ഈവൻ, ഇപ്പം ആരൊക്കെ ഒന്ന് ഓർത്ത് തന്നോളുക. ബ്രേക്ക് ഈവൻ മീൻസ് നോ പ്രോഫിറ്റ് നോ ലോസ്. അപ്പം 1, 2, 3, 4 പ്രോഫിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. -1, -2, -3 ലോസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പം ബ്രേക്ക് ഈവനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് നമ്പറില്ല. അപ്പം നമ്മൾ ആരെ ഡിവൈസ് ചെയ്തു? 0 ഡിവൈസ് ചെയ്തു. അപ്പം 0യെ നോ പ്രോഫിറ്റ് നോ ലോസ്, നമുക്ക് ന്യൂട്രലാണ്. പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. ആൻഡ് പോസിറ്റീവ് നമുക്ക് വെർച്വസ് എന്ന് എടുക്കാമെങ്കിൽ ഇതിനെ നമുക്ക് ഈവിൾസ് എന്ന് എടുക്കാനായിട്ട് പറ്റും. അപ്പം ഇത് ന്യൂട്രലാണ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ലോസ് ഇങ്ങനെ നമുക്ക് ഇതിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഈവൻ ആണ്. ദർ ഇസ് നോ പ്രോഫിറ്റ് നോ ലോസ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഏതൊക്കെ നമ്പേഴ്സായി? നെഗറ്റീവ് ഇൻറ്റീജേഴ്സായി, പോസിറ്റീവ് ഇൻറ്റീജേഴ്സായി, 0 ആയി. ഇവരെ എല്ലാവരെയും കൂടെ കൂട്ടി നമ്മൾ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് എന്ന് വിളിച്ചു. ഇവരെ എല്ലാവരെയും കൂട്ടി. അപ്പോൾ 0 എന്ന് പറയുന്നത് നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്. 0 എന്ന് പറയുന്നത് നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്. 1, 2, 3 ഇവർ പ്രോഫിറ്റാണ്.
1, 2, 3, 4, etc. പ്രോഫിറ്റ് ആണ്. -1, -2, -3 ഇവർ നെഗറ്റീവാണ്. അപ്പം ഇവരെ നമുക്ക് ഈ നമ്പേഴ്സിനെ എല്ലാം കൂടി, ഇത് സെറ്റ് ഓഫ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്, ഇവർ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്, ഇവർ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. ഇവർ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. ഇവർ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. ഇത് 0 ആണ്. ഇത് 0 ആണ്. ഇവരെ എല്ലാവരെയും കൂടെ കൂട്ടി നമ്മൾ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് എന്ന് വിളിച്ചു. ദിസ് ഈസ് ദ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ്. അപ്പോൾ ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ആരൊക്കെയുണ്ട്? നെഗറ്റീവ് ഇൻറ്റീജേഴ്സും 0യും പോസിറ്റീവ് ഇൻറ്റീജേഴ്സും കൂടെ കൂടിച്ചേരുന്ന സെറ്റിനെ നമുക്ക് സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ നാച്ചുറൽ നമ്പറായി, അത് പോസിറ്റീവ് ഇൻറ്റീജേഴ്സാണ്. നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് വന്നു, 0 വന്നു. അപ്പോൾ നമുക്ക് സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ്. അപ്പോൾ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സിൽ ആരുണ്ട്? പോസിറ്റീവ് ഇൻറ്റീജർ ഉണ്ട്, 0 ഉണ്ട്, നെഗറ്റീവ് ഇൻറ്റീജർ ഉണ്ട്. അപ്പോൾ ഇൻറ്റീജേഴ്സ് എന്ന സെറ്റ് ഇപ്പം നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇൻറ്റീജേഴ്സിൽ ആരൊക്കെയുണ്ട്? ഇൻറ്റീജേഴ്സിൽ 3 ടൈപ്പ് ഇൻറ്റീജേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ്? പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്, നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആൻഡ് 0. ദിസ് വി ഹാവ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്, we have negative integers 0, 0 and positive integers ഇവരെല്ലാവരും കൂടി ചേരുമ്പോൾ നമുക്ക് സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് കിട്ടി. ഇനി നമ്മളൊരു ആപ്പിൾ 4ആയിട്ട് കട്ട് ചെയ്തു. ആൻ ആപ്പിൾ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4 ഈക്വൽ പാർട്സ്. അതിൽ നിന്ന് നമ്മൾ 2 പാർട്ട് എടുത്തു. ആൻ ആപ്പിൾ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4 ഈക്വൽ പാർട്സ്. അതിൽ നിന്ന് നമ്മൾ 2 പാർട്ട് എടുത്തു, അല്ലെങ്കിൽ 3 പാർട്ട് എടുത്തു. അപ്പം 4ലെ 3 പാർട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ദർ ഇസ് നോ ഇൻറ്റീജർ. ദ ഇൻറ്റീജർ ഈസ് നോട്ട് കേപ്പബിൾ ഫോർ റെപ്രസെൻറ്റിങ് സച്ച് എ സിറ്റുവേഷൻ. അപ്പം നമ്മൾ പുതിയൊരു സെറ്റ് നമ്പർ കൊണ്ടുവന്നു. ആ പുതിയ സെറ്റ് നമ്പറിൻ്റെ പേരെന്തായിരുന്നു? ഫ്രാക്ഷൻസ്. അപ്പം നമുക്ക് ഫ്രാക്ഷൻസായി. സോ വി ഹാവ് ഫ്രാക്ഷൻ. ആൻഡ് ഒരു ആപ്പിളിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ 3 പോർഷൻ എടുത്തെങ്കിൽ അത് 3/4 ആണ്. 3/4. അപ്പം ദിസ് 3/4 ഈസ് കോൾഡ് എ ഫ്രാക്ഷൻ. Or in another situation, a group of students is divided into 12 equal sets. There is 60 students in a class. There are 60 students in a class. ഒരു ക്ലാസ്സിൽ we have 60 students. ഇവരെ നമ്മൾ 5 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. They are divided into 5 groups. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ 12 പേര് വെച്ച് വരും. 12 into 5, 60. ഒരു ഗ്രൂപ്പിൽ 12 പേര് വെച്ച് വരും. ഇതിലെ 2 ഗ്രൂപ്പിന്, അല്ലെങ്കിൽ ഇതിലെ 3 ഗ്രൂപ്പിനെ, അല്ലെ 4 ഗ്രൂപ്പിനെ നമ്മൾ ഒരു പർട്ടിക്കുലർ അസൈൻമെൻറ്റ് കൊടുക്കുക. ഈ 5 ഗ്രൂപ്പിലെ 2 ഗ്രൂപ്പുകൾക്ക് സ്കൂൾ പ്രമിസസ് ക്ലീൻ ചെയ്യാനുള്ള ഡ്യൂട്ടിയാണ്. അപ്പം സ്കൂൾ പ്രമിസസ് ഗ്രൂപ്പ് ചെയ്യാനുള്ള ഡ്യൂട്ടി എത്ര പേർക്കാണ്? 5 ഗ്രൂപ്പ്. ഔട്ട് ഓഫ് 5 ഗ്രൂപ്പ്സ് 2 ഗ്രൂപ്പ്. അപ്പം 2/5. 5 ഗ്രൂപ്പ് ആക്കിയതിലെ 2 ഗ്രൂപ്പിന് സ്കൂൾ പ്രമിസസ് ക്ലീൻ ചെയ്യാനുള്ള ഡ്യൂട്ടി. അപ്പം സ്കൂൾ പ്രമിസസ് ക്ലീൻ ചെയ്യാനുള്ള ഡ്യൂട്ടി ഉള്ളത് 2/5 ഓഫ് ദ ടോട്ടൽ ഗ്രൂപ്പ്സ് ആണ്. ആൻഡ് ദിസ് ഓൾസോ വി കോൾഡ് എ ഫ്രാക്ഷൻ. അപ്പോൾ ഇപ്പം നമുക്ക് ഫ്രാക്ഷൻ്റെ ഡെഫിനിഷനായി. അത് നിങ്ങൾ നന്നായിട്ട് താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചതാണ്. A/B ഈസ് എ ഫ്രാക്ഷൻ. വാട്ട്സ് എ കണ്ടീഷൻ ഫോർ A/B ടു ബി എ ഫ്രാക്ഷൻ? A/B ഈസ് എ ഫ്രാക്ഷൻ ഇഫ് A and B ആർ ഹോൾ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് ഹോൾ നമ്പേഴ്സ് എന്നൊരു കോൺസെപ്റ്റ് ഇവിടെ വരണം. ആരൊക്കെയാ ഹോൾ നമ്പേഴ്സ്? 0യും പോസിറ്റീവ് ഇൻറ്റീജേഴ്സും കൂടെ കൂടിച്ചേരുന്ന സെറ്റിൻ്റെ പേരാണ് ഹോൾ നമ്പേഴ്സ്. സോ വി ഹാവ് ദ കോൺസെപ്റ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ്. 0, 1, 2, 3, 4 etc. are called whole numbers. That is 0 and positive integers. 0 and positive integers. 0 and positive integers are whole numbers. These are called the whole numbers.
അപ്പോൾ ഹോൾ നമ്പേഴ്സ് എന്നൊരു സെറ്റ് കൂടി നമുക്കായി. അപ്പോൾ നമുക്കൊരു ഫ്രാക്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ എ ബൈ ബി ഒരു ഫ്രാക്ഷൻ ആകണമെങ്കിൽ എയും ബിയും ഹോൾ നമ്പർ ആയിരിക്കണം, ബി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. എയും ബിയും ഹോൾ നമ്പർ ആയിരിക്കണം, ബി നോട്ട് ഈക്വൽ ടു 0. സോ വി ഹാവ് എ ഫ്രാക്ഷൻ. സോ വി ഹാവ് ദ ഡെഫിനിഷൻ ഓഫ് ഫ്രാക്ഷൻ. We have the definition of fraction. A by B is a fraction. A by B is a fraction if A and B are whole numbers. A and B are whole numbers and B not equal to 0. എയ്ക്ക് ഏത് ഹോൾ നമ്പർ വേണേലും ആകാം. ഇതാണ് ഹോൾ നമ്പേഴ്സ്. 0, 1, 2, 3, 4 ആണ് ഹോൾ നമ്പേഴ്സ്. അതിൽ എയ്ക്ക് ഏത് ഹോൾ നമ്പർ വേണമെങ്കിലും ആകാം. പക്ഷേ ബി 0 ഒഴിച്ച് ബാക്കി ഏത് ഹോൾ നമ്പരും ആകാം. ബി എന്ന് പറയുന്നത് 0 ഒഴിച്ച് വേറെ ഏത് ഹോൾ നമ്പരും ആകാം. അപ്പം 2/3 ഈസ് എ ഫ്രാക്ഷൻ. 2/3, 5/8, 9/13, etc. are fractions. But minus 2/3 is not a fraction. 2/3 is not a fraction. Clear ആണല്ലോ? ഒരു ഫ്രാക്ഷൻ എ ബൈ ബി ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിച്ചോണം. എ ബൈ ബി ഫ്രാക്ഷൻ ആകണമെങ്കിൽ എയും ബിയും ഹോൾ നമ്പർ ആയിരിക്കണം. എയും ബിയും ഹോൾ നമ്പർ ആയിരിക്കണം, ബി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. എയ്ക്ക് ഏത് ഹോൾ നമ്പറും ആകാം. ആരൊക്കെയാണ് ഹോൾ നമ്പേഴ്സ്? 0, 1, 2, 3, 4. 0, 1, 2, 3, 4 ഇതിൽ ആര് വേണേലും എയ്ക്കാകാം. പക്ഷേ ബിക്ക് 0 ഒഴിച്ച് ഏത് ഹോൾ നമ്പറും ആകാം. അപ്പം നോക്കിയേ, -2 ഒരു ഹോൾ നമ്പർ അല്ല. -2 ഹോൾ നമ്പർ അല്ലാത്തത് കൊണ്ട് ഇതൊരു ഫ്രാക്ഷൻ ഇല്ല. അതേപോലെ 5/-7 ഈസ് നോട്ട് എ ഫ്രാക്ഷൻ. 5/-7 ഈസ് നോട്ട് എ ഫ്രാക്ഷൻ. 5/-7 is not a fraction because -7 is not a whole number. -7 എന്ന് പറയുന്നത് ഹോൾ നമ്പർ അല്ല. അപ്പം -5/7 ഒരു ഫ്രാക്ഷൻ അല്ല. അതേസമയം 5/7 എന്ന് പറയുന്നത് ഫ്രാക്ഷനാണ്. 5/7 എന്ന് പറയുന്നത് ഫ്രാക്ഷനാണ്. 5/-7ഉം -2/3ഉം ഫ്രാക്ഷൻ അല്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏതൊക്കെ നമ്പേഴ്സാണ് പഠിച്ചത്? നാച്ചുറൽ നമ്പേഴ്സ് പഠിച്ചു. നാച്ചുറൽ നമ്പേഴ്സ് കഴിഞ്ഞിട്ട് 0 പഠിച്ചു. നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് പഠിച്ചു. ഇവരെല്ലാവരും കൂടെ കൂടുമ്പോൾ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സായി. പിന്നെ നമുക്ക് ഹോൾ നമ്പേഴ്സായി. ഹോൾ നമ്പേഴ്സ് ആർ 0, 1, 2, 3. ഇവരുടെ പേരാണ് ഹോൾ നമ്പേഴ്സ്. പിന്നെ നമ്മൾ പഠിച്ചു ഫ്രാക്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൽ നമ്മൾ പറഞ്ഞു 2/3 ഫ്രാക്ഷനാണ്, പക്ഷേ -2/3 ഒരു ഫ്രാക്ഷൻ അല്ല. അപ്പോൾ ഇനി നമുക്കൊരു സെറ്റ് ഓഫ് നമ്പേഴ്സ് വരണം. അതിൽ -2/3ഉം 5/-7ഉം ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സെറ്റ് നമുക്ക് വരണം. അതാണ് നമ്മുടെ നമ്പർ. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ ഇവരെ കൂടി ഇതുവരെയുള്ള സെറ്റിൽ, ഇതുവരെ നമ്മൾ പഠിച്ച ഈ സെറ്റുകളിൽ, ഇതുവരെ നമ്മൾ പഠിച്ച് ഇത്രയും എടുത്ത് -2/3യെ റെപ്രസെൻ്റ് ചെയ്യാൻ ഒരു സെറ്റില്ല. 5/-7നെ റെപ്രസെൻ്റ് ചെയ്തിൽ ഒരിടത്തും റെപ്രസെൻ്റ് ചെയ്യാൻ ഇടയില്ല. അപ്പോൾ നമുക്ക് അവരെ കൂടി റെപ്രസെൻ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഓഫ് നമ്പേഴ്സിനെ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ആൻഡ് ഫോർ ദാറ്റ് വി ആർ ഡിഫൈനിങ് ദ റാഷണൽ നമ്പേഴ്സ്. സോ വി ഹാവ് ദ കോൺസെപ്റ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. And the rational numbers is coming from the word ratio. The rational numbers is coming from the word ratio. It is coming from the word ratio. And 3:7 is a ratio. And 3:7 can be written as 3/7. And this is called a rational number. So the ratio 3:7 can also be written as 3/7, and 3/7 is called a rational number. So we are going to have the general definition of the rational number. Any number of the form P/Q.
any number of the form P by Q where P and Q are integers. P and Q are integers. P and Q are integers and Q not equal to 0. Q not equal to 0 is called a rational number. Is called a rational number. So this is the definition. Any number of the form P by Q where P and Q are integers and Q not equal to 0, and that is called a rational number. That is called a rational number. Q not equal to 0. അപ്പം നോക്കിയേ, റാഷണൽ നമ്പറും ഫ്രാക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? എ ബൈ ബി ഈസ് എ ഫ്രാക്ഷൻ ഇഫ് എ ആൻഡ് ബി ആർ ഹോൾ നമ്പേഴ്സ് ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു 0. അപ്പം റാഷണൽ നമ്പറും ഫ്രാക്ഷനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. റാഷണൽ നമ്പർ ആണെങ്കിൽ ഇത് പിയും ക്യൂബും ഏതെങ്കിലും ഇൻറ്റീജർ ആയാൽ മതി. എന്ന് പറഞ്ഞാൽ പിയും ക്യൂബും നെഗറ്റീവ് ഇൻറ്റീജറും ആകാം, പക്ഷേ ക്യൂ 0 ആകാൻ പറ്റത്തില്ല. അപ്പോൾ നോക്കിയേ, പി ബൈ ക്യൂ റാഷണൽ നമ്പർ ആണെങ്കിൽ പി ക്യാൻ ബി എനി ഇൻറ്റീജർ. പി ക്യാൻ ബി എനി ഇൻറ്റീജർ. ക്യാൻ ബി എനി ഇൻറ്റീജർ. എനി ഇൻറ്റീജർ. Integer -3, -2, -1, 0, 1, 2, 3, etc. ഇതിൽ ആര് വേണമല്ല. And Q can be a non-zero integer. Q can be any non-zero integer. Non-zero integer. Non-zero integer. That is Q can be -3, -2, -1, but it cannot take 0. ക്യൂബിന് 0 എടുക്കാൻ പറ്റത്തില്ല. ആൻഡ് ഇറ്റ് ക്യാൻ ടേക്ക് 1, 2, 3, etc. ക്ലിയർ ആണല്ലോ? അപ്പം എനി നമ്പർ ഓഫ് ദ ഫോം പി ബൈ ക്യൂ വെർ പി ആൻഡ് ക്യൂ ആർ ഇൻറ്റീജേഴ്സ് ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു 0. ആൻഡ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ട്, 0 ഉണ്ട്, പോസിറ്റീവ് ഇൻറ്റീജർ ഉണ്ട്. ഇതിൽ ആര് വേണമെങ്കിലും പിക്ക് വരാം. പി ഏത് ഇൻറ്റീജറും ആകാം, നെഗറ്റീവ് ഇൻറ്റീജറും ആകാം, 0 ആകാം, പോസിറ്റീവ് ഇൻറ്റീജറും ആകാം. പക്ഷേ ക്യൂ ആരാകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. ക്യൂവിന് ഏത് നെഗറ്റീവ് ഇൻറ്റീജറും ആകാം, ഏത് പോസിറ്റീവ് ഇൻറ്റീജറും ആകാം. അപ്പം ദീസ് ആർ സം എക്സാമ്പിൾസ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. 3/5, -3/5 and 3/-5 are rational numbers. 3/-5 are rational numbers. Are rational numbers. These are rational numbers. So 3/5, -3/5 and 3/-5 are rational numbers. അപ്പോൾ ഇപ്പോൾ റാഷണൽ നമ്പറും ഫ്രാക്ഷനും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ഏതൊക്കെയാണ്? ഇത് ഫ്രാക്ഷനുമാണ്, റാഷണൽ നമ്പറുമാണ്. പക്ഷേ ഇത് റാഷണൽ നമ്പർ മാത്രമാണ്, ഫ്രാക്ഷൻ അല്ല. ഇത് റാഷണൽ നമ്പർ മാത്രമാണ്, ഫ്രാക്ഷൻ അല്ല. അപ്പോൾ റാഷണൽ നമ്പരും ഫ്രാക്ഷനും തമ്മിലുള്ള വ്യത്യാസം നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചോണം. റാഷണൽ നമ്പരും ഫ്രാക്ഷനും തമ്മിലുള്ള വ്യത്യാസം. റാഷണൽ നമ്പർ, ഫ്രാക്ഷൻ. റാഷണൽ നമ്പരും ഫ്രാക്ഷനും തമ്മിലുള്ള വ്യത്യാസം നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം. This is a number of the form P by Q. This is a number of the form A by B. This is a number of the form A by B. Here Q not equal to 0. Here Q not equal to 0. Here B not equal to 0. Here B not equal to 0. B not equal to 0. P can be any integer. P any integer. P any integer. Q any non-zero integer. Any non-zero integer. Non-zero integer. Non-zero integer. So here A is a whole number. Any whole number. A is any whole number. Whole number. എന്ന് പറഞ്ഞാൽ എയ്ക്ക് നെഗറ്റീവ് ആകാൻ പാടില്ല. B is any non-zero whole number. B is any non-zero whole number. Any non-zero whole number. Non-zero whole number.
is any non-zero whole number. B is any non-zero whole number. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം നന്നായിട്ട് ഓർത്തിരുന്നതാണ്. ഇവിടെ പിക്ക് ഏത് ഇൻറ്റീജർ മൈനസ് നെഗറ്റീവ് ഇൻറ്റീജർ എടുക്കാം, സീറോ എടുക്കാം, പോസിറ്റീവ് ഇൻറ്റീജർ എടുക്കാം. പക്ഷേ എയ്ക്ക് 0, 1, 2, 3 വാല്യൂസ് മാത്രമേ എടുക്കത്തുള്ളൂ. ആൻഡ് ബിക്ക് 0 ഒഴിച്ച് നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ എടുക്കത്തുള്ളൂ. 0 എടുക്കാൻ പറ്റത്തില്ല, ഏത് നാച്ചുറൽ നമ്പറും എടുക്കാം. ഇവിടെ പിക്ക് ഏത് ഇൻറ്റീജറും എടുക്കാം, ക്യൂബിന് ഏത് നോൺ സീറോ ഇൻറ്റീജേഴ്സും എടുക്കാം. സോ വി ഹാവ് എക്സാമ്പിൾസ്. 5/7, 4/-7, 3/-3/12, etc. are examples. Here examples are 2/3, 5/9, 4/6, etc. 4/6, etc. So you have a connection between the fractions and rational numbers. What is the connection connecting them? Every fraction is a rational number. Okay, it is a rational number. But every rational number is not a fraction. Here this rational number is a fraction. But here this is not a fraction. 7 is not a whole number. -7 whole number അല്ല. This -3 is not a whole number. അപ്പോൾ ഇവർ രണ്ടുപേരും റാഷണൽ നമ്പേഴ്സാണ്, പക്ഷേ ഫ്രാക്ഷൻസ് അല്ല. പക്ഷേ ഇവരെല്ലാവരും റാഷണൽ നമ്പേഴ്സാണ്. So what is the relation connecting rational numbers and fractions? Every fraction is a rational number. So we have a result. We have a result. Every rational number is a fraction. Every rational number എഴുതി വെച്ച് പഠിച്ചോണം. Every rational number is a fraction. All fractions are not rational numbers. All fractions need not be every rational number. Every fraction is a rational number. Every fraction is a rational. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്. See, every fraction is a rational number, but every rational number is not a fraction. Every rational number is not a fraction. So this is a result connecting them. Every fraction is a rational number. Every fraction is a rational number. But every rational number, but all rational numbers are not fractions. All rational numbers are not fractions. Rational numbers are not fractions. All rational numbers are not fractions. So for example, -3/7 is a rational number. But it is not a fraction. ഇപ്പോൾ റിലേഷൻ ക്ലിയർ ആണല്ലോ. എവറി ഫ്രാക്ഷൻ ഈസ് എ റാഷണൽ നമ്പർ. ഫ്രാക്ഷൻ ആണെങ്കിൽ അതൊരു റാഷണൽ നമ്പറാണ്. പക്ഷേ എല്ലാ റാഷണൽ നമ്പരും ഫ്രാക്ഷൻ. ഇതൊരു റാഷണൽ നമ്പറാണ്. -3/7. -3ഉം 7ഉം ഇൻറ്റീജറാണ്. 7 നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ ദിസ് ഈസ് എ റാഷണൽ നമ്പർ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ഫ്രാക്ഷൻ. ഫ്രാക്ഷൻ ആകണമെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഹോൾ നമ്പർ ആകണം. ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. Now what about integers? Can we say that the integers are rational numbers? Yes. Because the integer 5 can be written as 5/1. And 7 can be written as 7/1. 0 can be written as 0/4 or 0/5. So every integer is a rational number. Every integer is a rational number, but all rational numbers are not integers. See, this 3/7 is a rational number, but it is not an integer. So we have another result. Every integer is a rational number, but every rational number need not be an integer. So we have another result. Every integer is a rational number. We have another result. Every integer
every integer is a rational number. Every integer is a rational number. But all rational numbers need not be integers. All rational numbers need not be integers. But all rational numbers need not be integers. 5 is equal to 5 by 1 is an integer as well as a rational number. As well as a rational number. അപ്പോൾ 5 എന്ന് പറയുന്നത് ഇൻറ്റീജർ ആണ്, അതേപോലെ തന്നെ റാഷണൽ നമ്പറുമാണ്. But 2 by 3 is a rational number. 2 by 3 is a rational number. 2 by 3 is a rational number, but not an integer. അതൊരു റാഷണൽ നമ്പറാണ്, പക്ഷേ ഇൻറ്റീജർ അല്ല. ഇറ്റ്സ് എ റാഷണൽ നമ്പർ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻറ്റീജർ. അപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ ഫ്രാക്ഷനും റാഷണൽ നമ്പേഴ്സാണ്, പക്ഷേ എല്ലാ റാഷണൽ നമ്പേഴ്സും ഫ്രാക്ഷൻസ് അല്ല. എല്ലാ ഇൻറ്റീജേഴ്സും റാഷണൽ നമ്പേഴ്സാണ്, പക്ഷേ എല്ലാ റാഷണൽ നമ്പേഴ്സും ഇൻറ്റീജേഴ്സ് ആകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ റാഷണൽ നമ്പറിൻ്റെ ഡെഫിനേഷൻ ക്ലിയറായി. റാഷണൽ നമ്പറിൻ്റെ ഡെഫിനേഷൻ ഇപ്പോൾ നമുക്ക് ക്ലിയറാണ്. സോ വാട്ട്സ് എ ഡെഫിനേഷൻ? സോ വി ഹാവ് ദ ഡെഫിനേഷൻ, ദ ക്ലിയർ ഡെഫിനേഷൻ. ദ ഡെഫിനേഷൻ ഓഫ് റാഷണൽ നമ്പർ. ഡെഫിനേഷൻ: any number of the form കാണാൻ പഠിച്ചോണം. any number of the form p by q where q not equal to 0 and p and q are integers. Is called a rational number. പഠിച്ചല്ലോ. any number of the form p by q where q not equal to 0 and p and q are integers എന്ന് പറഞ്ഞാൽ q എന്ന് പറഞ്ഞാൽ നോൺ സീറോ ഇൻറ്റീജർ. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞെങ്കിൽ p can be any integer and q is a non-zero integer, and then it is called a rational number. And we have examples 5, 0, 7 by 12, minus 3 by 4, 9 by minus 15, etc. are rational numbers. Is 0 a rational number? Yes. We have seen that 0 can be written as 0 by 4. 0 can be written as 0 by 2. 0 can be written as 0 by 10. So 0 is very much a rational number. അപ്പോൾ നോക്കിയേ, റാഷണൽ നമ്പേഴ്സിൻ്റെ അകത്ത് ഇൻറ്റീജേഴ്സ് വന്നു, 0 വന്നു, ഫ്രാക്ഷൻസ് വന്നു. ഫ്രാക്ഷൻസ് റാഷണൽ നമ്പറാണ്. എവറി ഫ്രാക്ഷൻ ഈസ് എ റാഷണൽ നമ്പർ. എവറി ഇൻറ്റീജർ ഈസ് എ റാഷണൽ നമ്പർ. 0 ഈസ് എ റാഷണൽ നമ്പർ. അപ്പോൾ റാഷണൽ നമ്പേഴ്സിൻ്റെ അകത്ത് ഫ്രാക്ഷൻസ് വന്നു, ഇൻറ്റീജേഴ്സ് വന്നു. അതേപോലെ തന്നെ ഫ്രാക്ഷൻസും ഇൻറ്റീജേഴ്സും റാഷണൽ നമ്പേഴ്സിൻ്റെ അകത്ത് തന്നെ വന്നിരിക്കുന്നു.